വി.ഡി. സതീശൻ സർക്കാരിന് നേരെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം പല വിഷയങ്ങളിലും ആരോപണം കടുപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങളുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചയാൾക്ക് സസ്പെൻഷൻ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ആരെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ അവരെ പുറത്താക്കുകയോ അവർക്കെതിരെ നടപടിയോ സ്വീകരിക്കുമ്പോൾ എന്ത് വലിയ വിമർശനമാണ് കേരളത്തിലെ കോൺഗ്രസും UDFും മുന്നോട്ട് വച്ചിരുന്നത്. ഇപ്പോൾ രാജാവ് മാറി ചക്രവർത്തി ആയോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം, പരിഹാസം, വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ്. KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയുടെ മോർഫ് ചെയ്ത ചിത്രം പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ച നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ S. സുനിൽകുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 1960 കേരള സിവിൽ സർവീസ് തരംതിരിവും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങളുടെ 10ാം വകുപ്പ് പ്രകാരമാണ് നടപടി. സർക്കാർ ജീവനക്കാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ അവഹേളിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മോർഫ് ചെയ്ത ചിത്രം പോസ്റ്റ് ചെയ്തു. ഈ പ്രവൃത്തി ഗുരുതരമായ ചട്ടലംഘനവും അച്ചടക്ക ലംഘനവുമാണെന്ന് ഉത്തരവിൽ പറയുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇടുകയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഡ്രൈവറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. KSRTC ഇടുക്കി നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവറായ S. സുനിൽകുമാറിനെതിരെയാണ് വകുപ്പ് തലത്തിൽ അടിയന്തര അച്ചടക്ക നടപടി സ്വീകരിച്ചത്. പൊതുജന മധ്യത്തിൽ സർക്കാരിന്റെയും KSRTC കോർപ്പറേഷന്റെയും അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിനാണ് ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടായത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സുനിൽകുമാർ മുഖ്യമന്ത്രിയെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നതിനായി മോർഫ് ചെയ്ത ചിത്രം സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പ്രാഥമികമായി വിലയിരുത്തി. തുടർന്നാണ് നെടുങ്കണ്ടം യൂണിറ്റിലെ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ KSRTC അധികൃതർ ഉത്തരവിട്ടത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ബംഗാളിൽ BJPയെയും സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന കോൺഗ്രസും വി.ഡി. സതീശന്റെ കോൺഗ്രസ് സർക്കാരും കേരളത്തിൽ നടത്തിയ നിയമനങ്ങളിൽ വിമർശനങ്ങൾക്ക് അതീതരല്ല എന്നാണ് പ്രതിപക്ഷവും സോഷ്യൽ മീഡിയ പറയുന്നത്. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയെ നിയമിച്ച നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM രംഗത്ത് വന്നിരിക്കുകയാണ്. രത്തൻ കേൽക്കറുടെ നിയമനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ, ആ സംശയം ഇപ്പോൾ ബലപ്പെടുന്നുവെന്ന് CPM. കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറിനെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി നിയമിച്ച നടപടി ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്ന ആരോപണവുമായി CPM. UDFിന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദ്രോഹവുമായ നടപടികൾ സ്വീകരിച്ചു എന്ന LDF ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ നടപടി. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു. ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ എന്നതുപോലെ ഇത്തരമൊരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFിന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദ്രോഹവുമായ പല നടപടികളും സ്വീകരിച്ചുവെന്ന LDF ആരോപണം ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് CPM പ്രസ്താവനയിൽ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരം BJP സീൽ കാണപ്പെട്ടത് വിവാദമായിരുന്നുവെന്ന് CPM പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പശ്ചിമ ബംഗാളിൽ സമാനമായ രീതിയിൽ നിയമനങ്ങൾ നടന്നപ്പോൾ BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കള്ളച്ചന്തയിൽ മോഷണം വലുതാണെങ്കിൽ പ്രതികൂലവും വലുതാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. നിയമനം ലജ്ജയില്ലാത്ത കൂട്ടുകെട്ടും ഒത്തുകളിയും എന്ന AICC പ്രതികരിച്ചു. കേരളത്തിൽ നടന്നത് കോൺഗ്രസും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ലജ്ജയില്ലാത്ത ഒത്തുകളിയും കൂട്ടുകെട്ടുമല്ലേ എന്ന് രാഹുൽ ഗാന്ധിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും വ്യക്തമാക്കണം. SIRന്റെ പേരിൽ ദശലക്ഷക്കണക്കിന് വോട്ടാണ് കേരളത്തിൽ ഇല്ലാതാക്കിയത്. യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യുകയും അനർഹരെ നിലനിർത്തുകയും ചെയ്ത കമ്മീഷൻ നിലപാടിനെതിരെ അന്ന് തന്നെ ഇടതുപക്ഷം രംഗത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മുൻകൂട്ടി പ്രഖ്യാപിച്ച തീയതിക്ക് ഒരാഴ്ച മുൻപ് ആരെയും അറിയിക്കാതെ പേര് ചേർക്കുന്നത് അവസാനിപ്പിക്കാനും കമ്മീഷൻ നിർബന്ധം പിടിച്ചിരുന്നു. UDFിന്റെ വോട്ടുകളാകെ ആദ്യം തന്നെ ചേർത്തു എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു പട്ടിക അന്തിമമാക്കാനുള്ള ഈ ധൃതിയെന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണെന്ന് CPM ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP സീൽ പതിപ്പിച്ചതും ഇത്തരത്തിലുള്ള മറ്റൊരു ഇടപെടലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നതിലും പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥികളുടെ
പല ചിഹ്നങ്ങളും വ്യക്തമായി കാണാത്ത രീതിയിൽ വോട്ടിംഗ് മെഷീനിൽ പ്രിന്റ് ചെയ്തുവെന്ന പരാതികളുമുണ്ട്. തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടതും കേരളം കണ്ടു. തെരഞ്ഞെടുപ്പ് നടന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും വോട്ടിംഗ് ശതമാനം പോലും കൃത്യമായി പുറത്തുവിടാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. സ്ട്രോങ് റൂമുകൾ തുറന്നുവെന്ന ആക്ഷേപം പോലും ഉണ്ടായി. ഇതിനെല്ലാം പിന്നിൽ ആസൂത്രിതമായ ഇടപെടലാണോ എന്ന സംശയമാണ് ഈ നിയമനത്തോടെ ബലപ്പെടുന്നത്. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ചീഫ് ഇലക്ഷൻ ഓഫീസർ മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറിയായും SIRന് നേതൃത്വം നൽകിയ സുപ്രത ഗുപ്തയെ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകനായി നിയമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ചയാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പോലെയുള്ള ചുമതലകളിൽ നിയോഗിക്കപ്പെടുന്ന പ്രധാന ഉദ്യോഗസ്ഥർക്ക് വിജയിച്ച സർക്കാരിന് കീഴിൽ ഉന്നത പദവി നൽകുന്നതിന് കൂൾ ഓഫ് ടൈം ഏർപ്പെടുത്തണമെന്നായിരുന്നു AICCയുടെ ആവശ്യം. ബംഗാളിലെ നിയമനത്തെ ദേശീയ തലത്തിൽ ഇങ്ങനെ വിമർശിച്ച കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ സമാനമായ നീക്കത്തെ എങ്ങനെ കാണുന്നുവെന്ന് വ്യക്തമാക്കണം. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ അട്ടിമറിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ശ്രമിക്കുമ്പോൾ സമാനമായ നിലയിലുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ നടത്തുകയാണെന്നാണ് CPM ആരോപണം. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി തീരുമാനമെടുക്കുന്ന സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ മാറുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്ന് CPM വ്യക്തമാക്കി. CPMനുള്ളിലെ വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല. പിണറായി വിജയനും MV ഗോവിന്ദനും തിരുത്തിയേ മതിയാകൂ എന്ന് തന്നെയാണ് അണികളും നേതാക്കന്മാരും ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് പിന്നാലെ പിണറായി വിജയനും MV ഗോവിന്ദനും നേരെയുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ തുടരുകയാണ്. ഉച്ചവും ധാർഷ്ട്യവും കലർന്ന പെരുമാറ്റം വെറുപ്പുണ്ടാക്കി. KK ശൈലജയെ മാറ്റിയതും മട്ടന്നൂരിൽ തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വീഴ്ചയുണ്ടായതിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം തുടരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരോടുള്ള പുച്ഛവും ധാർഷ്ട്യവുമാണ് തിരിച്ചടി ഉണ്ടാക്കിയതെന്ന വിമർശനം കണ്ണൂർ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലും ഉണ്ടായി. മുൻ MLA KK ശൈലജയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയത് ക്ഷീണം ചെയ്തെന്ന് മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുച്ഛം കലർന്ന പെരുമാറ്റം തിരിച്ചടിച്ചതായി കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പിണറായിയുടെ ധാർഷ്ട്യവും പുച്ഛവും ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിലും പോരായ്മ സംഭവിച്ചതായി വിമർശനമുണ്ട്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയത് വലിയ തിരിച്ചടിയായി. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ശരിയായ രീതിയിലല്ലെന്നും ഇക്കാര്യത്തിൽ കീഴ് ഘടകങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. സംസ്ഥാന നേതാക്കൾ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തിയില്ലെന്നും വിമർശനമുയർന്നു. പാലക്കാട് CPI ജില്ലാ കൗൺസിലിലും LDFനെതിരെ വിമർശനമുയർന്നു. UDF ട്രെൻഡ് അനുസരിച്ച് പ്രചാരണം നടത്തിയെന്നും LDF പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങിയെന്നുമാണ് വിമർശനം. ഇടതുപക്ഷത്തിന്റെ കരുത്തായ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ LDFനോടകന്നു. 64 ദളിത് സംഘടനകൾ LDFനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. ഇടത് രാഷ്ട്രീയം പറയുന്നതിലെ വീഴ്ചകൾ സർവ്വ മേഖലയിലും LDFനെ ബാധിച്ചു. CPM പലയിടത്തും CPIയെ മാറ്റി നിർത്തി. പാലക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്ത് തല കൺവെൻഷനുകളിൽ പോലും CPI ഭാരവാഹികളെ പങ്കെടുപ്പിച്ചില്ല. ജില്ലാ കൗൺസിലിൽ വിമർശനമുയർന്നു. P. സന്തോഷ് കുമാർ MP പങ്കെടുത്ത ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് വിമർശനം.